ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് സൈൻസ്, നിങ്ങളുടെ നക്ഷത്രം ലീബ്രെ മാച്ച് ചെയ്യുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു വാലന്റൈൻ സ്പെഷ്യൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവും. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ഞാൻ ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണേ, വാലന്റൈൻ സ്പെഷ്യൽ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, എന്താണ് ഇവിടെ നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് വരണേ? നിങ്ങളുടെ ഓവറോൾ എനർജി ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് നിങ്ങളെ രണ്ടാളുടെയും ഇടയിലത്തെ ഇപ്പോൾ സിറ്റുവേഷൻ? നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ സിറ്റുവേഷൻ ഹൈറോഫാണ്ട് ആണ്. എന്താണ് ഇവിടെ പാസ്റ്റിൽ ഉണ്ടായേ? പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഉണ്ടായത് നൈറ്റ് ഓഫ് കപ്സ്. അപ്പം ഞാനിവിടെ കാണുന്നത് എന്താ വെച്ചാൽ കറന്റ് സിറ്റുവേഷനിൽ ഹൈറോഫാണ്ട് ആണ്. ഹൈറോഫാണ്ട് ഇവിടെ ഒരു ട്രഡീഷണൽ എനർജിയാണ്. ഞാനിവിടെ ഒരു മാരേജിൻ്റെ എനർജിയും കാണുന്നുണ്ട്, റിലിജൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും മാരിഡ് അല്ലച്ച മേ ബി റിലിജൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, കാസ്റ്റിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആവാം. ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരിഡ് ആവാം, അതും ആവാം. അതല്ലച്ച രണ്ടാളും മാരിഡ് ആണ്, പക്ഷെ വേറെ ആൾക്കാരുടെ കൂടെയാണ് മാരിഡ്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി മാതിരി ആവാം. പാസ്റ്റിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്, റൊമാൻസ് ഉണ്ട് കുറേ. അപ്പോൾ നിങ്ങൾ രണ്ടാളും നിങ്ങൾക്ക് പറഞ്ഞ ഫീലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ തുടക്കമാണ് വേണ്ടത്. നിങ്ങൾ ഈ പേഴ്സൺ എന്തോ ഓഫർ ചെയ്യാൻ പോണു, ഒരു സ്റ്റേബിൾ ബിഗിനിങ്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവിടെ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി മാരിഡ് ആവാം, കുട്ടികളൊക്കെ ഉണ്ടാവാം. നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തത് നിങ്ങളുടെ ജോബിൻ്റെ ത്രൂ, കരിയർ പറഞ്ഞ സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. എന്തോ ഒരു കരിയർ കണക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് ഇവിടെ ഹൈറോഫാണ്ട് കാണുന്നത്? അപ്പോൾ 4 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. കറന്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു മാരേജ് ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും സിംഗിൾ ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ഒരു മാരേജിൻ്റെ സിറ്റുവേഷനും ആവാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇത് ചിലവർക്ക് ഇതൊരു അറേഞ്ച്ഡ് മാരേജിൻ്റെ എനർജി ആവാം. ഓക്കെ, നിങ്ങൾ രണ്ടാളും മാരിഡ് അല്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, ഒരു അറേഞ്ച്ഡ് മാരേജിൻ്റെ എനർജി ആവാം. നിങ്ങൾ മീറ്റ് ചെയ്തു, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ റെഡി ആയിരിക്കും ഈ പേഴ്സൺ എന്തോ ഓഫർ ചെയ്യാൻ. അപ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള കാർഡ്സ് എന്താ പറയണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത്, ഒരു സ്റ്റേബിൾ ബിഗിനിങ് ആണ് കാണുന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ പാസ്റ്റിൽ ഉണ്ടായേ? പാസ്റ്റിൽ 6 ഓഫ് സോർഡ്സ്. അപ്പോൾ പാസ്റ്റിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അതൊക്കെ ഓവർകം ചെയ്ത് മുമ്പോട്ടേക്ക് പോയി. ഞാൻ കാണുന്നത് നല്ല റൊമാൻറ്റിക് സിറ്റുവേഷനൊക്കെയാണ് പാസ്റ്റിൽ. ഇൻഫാക്ട് ഇവിടെ ഒരു റീകൺസിലേഷൻ്റെ എനർജിയും കാണാണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളും മുമ്പ് തന്നെ ഫ്രണ്ട്സ് ആയിരുന്നു, അതല്ല മുമ്പേയും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് നിങ്ങൾ റീകണക്ട് ചെയ്തതാണ്. ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോണു, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി എന്താണ്? അപ്പം നിങ്ങളൊരു തീരുമാനം എടുക്കണോ, മുമ്പോട്ടേക്ക് പോകാനുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്താ കാണുന്നത്? ഇവിടെയാണ് പ്രശ്നം വരണത്. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഫാമിലി ഇഷ്യൂ ആവാം, അവരുടെ പേരൻസ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഈ സിറ്റുവേഷനിൽ ഓക്കെ ആയിരിക്കില്ല. അതല്ല വേറെ ആൾക്കാർ
ഈ റിലേഷൻഷിപ്പിൽ കുറേ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണു. ഈ പേഴ്സൺ മാരീഡ് ആണ് വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ ആരോ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു ഇഷ്യൂ ഇവിടെ കാണാണ്ട്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഫീലിങ്സ് ജെന്വിൻ ആണ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഒക്കെ വേണം. 10 of Cups ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ ആക്ച്വലി നിങ്ങളുടെ കൂടെ കുറേ ഹാപ്പിയാണ്. എന്താണ് ഈ 10 of Cups? മൂൺ എനർജി. പക്ഷെ ഇതൊരു സീക്രട്ട് അഫെയർ ആവാം, നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് സീക്രട്ട് ആവാം. അതല്ല വെച്ചാൽ അവരുടെ ഫീലിങ്സ് അവർ സീക്രട്ടായി വെക്കണു. എന്താ വെച്ചാൽ ഇതുവരെ അവർ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല. അതല്ല വെച്ചാൽ എന്തോ അവർ ഒളിപ്പിച്ചിരിക്കണു. എന്താ കാര്യം എന്ന് മുഴുവൻ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളോട്. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്? നിങ്ങൾ ഈ പേഴ്സണിനെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഒരു അട്രാക്ഷൻ ഉണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ പേഴ്സൺ ഒരു സ്റ്റേബിൾ അല്ല എന്ന് വെച്ചാൽ അവരുടെ കമ്മിറ്റ്മെൻറ്റ് അത്ര ഇല്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. അതിൻ്റെ കാരണം ഇവിടെ നിങ്ങളുടെ മുമ്പും കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ? ഇവരുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ വെയിറ്റ് ചെയ്യുക. എന്താ ശരിയായ സമയമാവുമ്പോൾ എല്ലാം ശരിയാവും എന്നാണ് അവർ പ്രതീക്ഷിക്കണത്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ സമയത്തിൻ്റെ എനർജിയാണ്. 10 of Pentacles ഉണ്ട് ഇവിടെ. സ്റ്റെബിലിറ്റി, ഫാമിലിയുടെ എനർജിയാണ്. അപ്പോൾ ഫാമിലി ഇൻ്റർഫിയറൻസ് ആണ് വെച്ചാൽ ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ശരിയാവും എന്ന്. 10 of Wands കുറേ ഒരു ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ബാഗേജ് പ്രഷർ ഉണ്ട് കുറേ അവരുടെ മുകളിൽ. പക്ഷെ അത് അവരൊക്കെ ശരിയായ സമയത്ത് ശരിയാവും എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. ഇവിടെ ഞാൻ 10 കാണുന്നുണ്ട്. 3 10s വന്നിട്ടുണ്ട് ഇവരുടെ എനർജിയിൽ, ഇൻറ്റൻഷനിൽ. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ജെന്വിൻ ആണ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം ഫ്യൂച്ചർ തന്നെയാണ് വേണ്ടത്. പക്ഷെ എന്തോ ഇവിടെ ഒരു ബേർഡൻ ഉണ്ട്. അവർ വേറെ തരത്തിൽ എന്തോ ഒരു പ്രഷർ അവരുടെ മുകളിൽ ഉണ്ടായ മാതിരി. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് ഇവിടെ? നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളും കുറേ ഒരു സ്റ്റേബിൾ ഇൻറ്റൻഷൻ ആണ് വെക്കണത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണു പേഷ്യൻ്റ്ലി. ഈ സിറ്റുവേഷൻ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണു. 2 of Swords. പക്ഷെ എവിടെയോ നിങ്ങളുടെ മനസ്സിലും ഒരു ഡൗട്ട് വന്നിരിക്കണം. ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് വർക്കൗട്ട് ആവോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് വർക്കൗട്ട് ആവും എന്ന്. പിന്നെ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ എന്താണ് ഇവിടെ ആക്ഷൻ ഈ പേഴ്സൺ എടുക്കാൻ പോണത്? ഇവരുടെ ആക്ഷൻ 9 of Pentacles ആണ്. അവർക്ക് ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും അവർക്ക് ഉള്ളത്. അപ്പോൾ ഫിനാൻഷ്യലി ആദ്യം അവർക്ക് അവരുടെ കാര്യം സെക്യൂർ ആക്കണം. അവർ മാരീഡ് ആണെന്ന് വെച്ചാൽ അവർക്ക് ഫസ്റ്റ് സിംഗിൾ ആവണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ വിചാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അവർ നോക്കണത്. ഇവിടെ ഞാൻ 6 of Pentacles കാണുന്നുണ്ട്. അപ്പോൾ 6 of Pentacles ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. പക്ഷേ എല്ലാം ഇംബാലൻസ് സിറ്റുവേഷനെ അവർ ബാലൻസ് ആക്കാൻ നോക്കണു. ജസ്റ്റിസ് എനർജി. അവർക്ക് എന്തോ ഇവിടെ ഒരു ഡിവോഴ്സിൻ്റെ എനർജി കാണാണ്ട്, അതല്ല വെച്ചാൽ ലീഗലി എന്തോ ഒരു പ്രശ്നം ഉണ്ട് വെച്ചാൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരിക. അങ്ങനത്തെ ഒരു എനർജിയിലാണ് അവർ. അപ്പോൾ ആക്ഷൻ അവർ എടുക്കാൻ പോണത് ഫെയർ ആക്ഷൻ ആയിരിക്കും. പക്ഷേ കുറച്ച് സമയം എടുക്കും. എന്താ വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ ആക്ഷൻ എന്താണ്? നിങ്ങളുടെ ആക്ഷൻ ഇവിടെ 7 of Swords ആണ്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ എന്തോ ഒരു സാബോട്ടാജ് ഞാൻ കാണുന്നുണ്ട്. എന്താണ് ഈ സാബോട്ടാജ്? 2 of Pentacles. അപ്പോൾ നിങ്ങൾക്ക് ഈ സംശയം വന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തിന് ഇപ്പോൾ ഒരു സ്ഥിരത ഇല്ല. നിങ്ങൾ ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ കൂടുതൽ നിൽക്കില്ല. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഇംബാലൻസ് കാണുമ്പോൾ ഉടനെ നിങ്ങൾക്കൊരു പേടി വരണു. ഇത് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണില്ല എന്ന്, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ ഈ പേഴ്സണെ ചിലപ്പോൾ ഒരു അൾട്ടിമേറ്റം കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ വേഗം ചെയ്യുക, ഞാൻ കൂടുതൽ സമയം വരെ വെയിറ്റ് ചെയ്യാൻ പോണില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ എടുക്കാൻ പോകുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ഉള്ളത്? ഔട്ട്കം ഞാൻ കാണുന്നത് വേൾഡ് ആണ്. അപ്പോൾ എന്തോ ഒരു കൺക്ലൂഷൻ ഉണ്ടാവാൻ പോകണ്ട ഈ മാസം. ഓക്കെ, ഈ മാസം നിങ്ങൾക്ക് എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു ക്ലോഷർ കിട്ടും. ഇപ്പോൾ ഈ ക്ലോഷർ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച്
മുമ്പോട്ടേക്ക് പോണ എനർജിയാണോ അതല്ലച്ചാ നിങ്ങൾ രണ്ടാളും പിരിയണ എനർജിയാണോ അതറിയില്ല. എല്ലാവർക്കും ഒരു മാതിരി ആയിരിക്കില്ല ഔട്ട്കം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ എന്തോ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലാണ്. ഓക്കെ, ഇത് അത്ര ഒരു ഈസി ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അതിൻ്റെ കാരണം കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കുറേ മെൻ്റലി നിങ്ങൾക്ക് തോന്നുന്നു ഇത് ശരിയാവണില്ല, അറിയില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ കുറേ ഒരു ഇൻഡിസിഷൻ്റെ എനർജി ഉണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത മാതിരി ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ്? അവരെന്താണ് നിങ്ങളോട് പറയാൻ നോക്കണത്? ഇപ്പോൾ അവർ പറയാൻ നോക്കണത് എന്താ വെച്ചാൽ ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. അപ്പോൾ അവർ അക്നോളജ് ചെയ്യുന്നുണ്ട് എന്തോ അവർക്ക് അറിയാം അവർ ചെയ്തത് ശരിയല്ല എന്ന്. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. ഐ ആം അഫ്രേഡ് ടു കോണ്ടാക്ട് യു. അപ്പോൾ ഇതാണ് അവരുടെ മനസ്സിലുള്ള ചില തോട്ട്സ് ഉള്ളത്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കുറേ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി കാണാണ്ട്, അതല്ലാണ്ട് ക്യാൻസർ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ഫയർ സൈൻസും ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, ലീബ്ര ഉണ്ട്, ലിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സൈൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അപ്പം ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.